നമസ്കാരം. നമ്മുടെ നാട്ടിൽ കുറച്ച് സാമൂഹിക പ്രതിബദ്ധരുണ്ട്. ഈ സാമൂഹിക പ്രതിബദ്ധർ ചില വിഷയങ്ങൾ മാത്രമേ അഭിപ്രായം പറയുകയുള്ളൂ. അപ്പോൾ ലിസ്റ്റ് അത്തരം ആൾക്കാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഈ അഭിപ്രായം പറയുന്ന വിഷയം ഒന്നുകിൽ അത് ഇസ്ലാമുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വിഷയമായിരിക്കണം, അല്ലെങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് എന്തെങ്കിലും ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന വിഷയമായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇവർ അഭിപ്രായം പറയുള്ളൂ. അങ്ങനെ മാത്രമേ സാമൂഹിക പ്രതിബദ്ധത പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നിര നോക്കിയാൽ നീണ്ട നിര തന്നെയുണ്ട്. നമുക്ക് ഓരോരുത്തരുടെയായിട്ട് പേരുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും നാളെയൊന്നും തീരില്ല. അശ്വതി ശ്രീകാന്ത് എന്നൊരു മാധ്യമപ്രവർത്തകയുടെ ഈ പേരിങ്ങനെ പെട്ടെന്ന് വായിൽ വന്നതാണ്. അതായത് ഈ മാധ്യമത്തിൻ്റെ എജു കഫേ എന്ന് പറയുന്നൊരു അക്കാഡമി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആങ്കറിങ്ങിന് വേണ്ടിയിട്ട് ഇവരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കണമല്ലോ. ഇത്തരം ആൾക്കാർക്ക് ഇവർക്ക് നേരെ ചൊവ്വേ ഫണ്ട് എത്തിക്കുന്നത് ആരാണോ അവരായിരിക്കും, അവർക്ക് വേണ്ടി ഇവർക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ. കാരണം വയറ്റിപ്പിഴപ്പിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹിക പ്രതിബദ്ധത അറിയാതെ തള്ളി പുറത്തോട്ട് വരും. അതുമാത്രമല്ല, ഇവരുടെ ഒരു മാനേജറുണ്ട്, നല്ല ഒന്നാന്തരം സുഡാപ്പി, ഉനൈസ് അബ്ദു, കോതമംഗലംകാരനാണ്, നല്ല ഒന്നാന്തരം സുഡാപ്പിയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം സുഡാപ്പികളെയൊക്കെ കൂടെ കരുതിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഈ ഫണ്ട് പലയിടത്തും എത്തിക്കുവാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു ഭാഗത്തിൽ ഒരു ചെറിയ അംശം കവറായി. ഇങ്ങനെ പല രീതിയിലുള്ള സാമൂഹിക പ്രതിബദ്ധരും നമ്മുടെ ചുറ്റും കാണും. അവർ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി പ്രതികരിക്കും, അല്ലെങ്കിൽ പ്രതികരിപ്പിക്കും. കാരണം പ്രതികരിക്കാതിരിക്കുന്ന ആൾക്കാരെ അൺഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുക്കും. അങ്ങനെ ഒരു വലിയ ഗ്യാങ് ഉണ്ട്. ഇപ്പോൾ പേളി മണിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പേളി മണിക്കെതിരെ വളരെ സംഘടിതമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടന്നത്. അങ്ങനെ നടന്നിട്ടും പ്രതികരിക്കാതിരുന്നതാണ് അവരുടെ ഒരു ഐഡൻറ്റിറ്റി. സാധാരണഗതിയിൽ മറ്റു പല ആൾക്കാരും അങ്ങ് ചാടിക്കയറി പ്രതികരിച്ചു പോകും. നമ്മുടെ നാട്ടിൽ ഈ യോഗി വര്യന്മാരുടെ ആന്തരിക അവയവങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു നടിയുണ്ടായിരുന്നു. ആ നടിയും ഇങ്ങനെ ഈ പോലീസ് വാഹനത്തെ തടഞ്ഞു നിർത്തുന്നുള്ളൊരു വ്യാജേന, കാരണം പരിസര പ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിനെ തടഞ്ഞു നിർത്തുന്നു, ആ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ ഈ അവരുടെ കഴിവുകൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഈ പണിയെടുത്തിരുന്നത് ഈ ശ്യാംകുമാർ, അതിന് മുന്നേ വേറെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് വർഷാവർഷം നല്ല ഒന്നാന്തരം ടൂർ പാക്കേജൊക്കെയാണ് കൊടുത്തിരുന്നത്. അത്തരം ആൾക്കാരെ നമുക്ക് അറിയാം. അവരുടെ പേരുകൾ പറയുമ്പോൾ നമുക്കൊന്നൊരു അല്പം സൂക്ഷിക്കണം, എങ്കിലും പറയാം. സക്രിയ പോലുള്ള ആൾക്കാർ, അത്തരം ആൾക്കാർക്ക് വർഷാവർഷം ടൂർ പാക്കേജൊക്കെ അവർ കൊടുത്തിരുന്നു. അതിൻ്റെ സ്ഥാനത്ത് ഇനിയിപ്പോൾ മറ്റൊരു ആൾക്കാർ പിന്നീട് തുടർന്ന് വന്നു. ശ്യാംകുമാർ, സണ്ണി എം കപ്പിക്കാട് തുടങ്ങിയ ആൾക്കാരൊക്കെ പുറത്തേക്ക് വന്നു. അവരുടെ ഒരു നിരന്തരമായിട്ട് അവരുടെ ഉത്സാഹം ഉണ്ടായിരുന്നു ഈ ഇത്തരം വിഷയങ്ങളെ ന്യായീകരിച്ച് വീഴുക. ഒരു ഭാഗത്തൂടെ ഹിന്ദുവിനെ ആക്രമിക്കുക. കാരണം അതൊരു ബ്രാഹ്മണിക്കൽ മതമാണല്ലോ, ബ്രാഹ്മണന്മാർ മാത്രമേ ഹിന്ദുക്കൾക്കകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാഹ്മണിക്കൽ മതമായിട്ടുള്ള ഹിന്ദുവിനെ ആക്രമിക്കുക. ഹിന്ദുവിനെ എവിടെ കണ്ടാലും ആക്രമിക്കും. ഹിന്ദുവിനെ വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്ന, ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിക്കയിടുന്ന ആരെ കണ്ടാലും അവർ ആക്രമിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബ്രാഹ്മണിക്കൽ മതത്തിന് വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് നമ്മുടെ ലോക സമാധാന മതത്തിന് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ആ രീതിയിൽ ഇവരിങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ കൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൂടെയും ഇവർ പറയേണ്ടത് ഇങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ പ്രതികരണ നാടകങ്ങൾ. ഈ പ്രതികരണ നാടകങ്ങൾക്കകത്ത് പെട്ടുപോകുന്ന പല മനുഷ്യരുമുണ്ട്. ഇവർക്കെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അൺഫോളോ ചെയ്യും, മറ്റത് ചെയ്യും, മറിച്ചത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നിരന്തരം ഇവർക്കെതിരെ ഒരു പോരാട്ടത്തിലാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക ഘടന. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരെ വളരെ കൃത്യമായി വാച്ച് ചെയ്തേ മതിയാകുള്ളൂ. കാരണം നമ്മുടെ പൊതുസുരക്ഷയ്ക്ക് കൂടി വലിയ ആവശ്യമായി മാറിയിരിക്കുന്നു. നമ്മൾക്ക് സാധാരണ മനുഷ്യന് സ്വതന്ത്രമായി പ്രതികരിക്കുവാനോ സ്വതന്ത്രമായി അഭിപ്രായം പറയുവാനോ ശേഷിയില്ലാത്ത വിധം മതത്തിൻ്റെ നാൽച്ചുവരിൽക്കുള്ളിൽ ഇവർ കെട്ടിയിടുന്നുണ്ട്. അങ്ങനെ കെട്ടിയിട്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന ഇത് സത്യത്തിൽ നമ്മുടെ നാട് സ്വതന്ത്രമാണെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതാണെങ്കിലും ഇത്തരം അഭിപ്രായങ്ങളാൽ കെട്ടിയിടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ടത് ആണ് ഇന്നത്തെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം യഥാർത്ഥ സാമൂഹിക പ്രതിബദ്ധത അവർക്കാണുള്ളത്. അതായത് ഈ ആൾക്കാർ പറയുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിക്കാത്ത ആൾക്കാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നു. ആ ആക്രമിക്കുന്നവർക്ക് പിന്തുണ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണ്ടേ? ഇപ്പോൾ പേളി മണി സംസാരിച്ചു, പേളി മണിക്ക് പിന്തുണ കൊടുക്കാൻ ആരെങ്കിലും വേണം. അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ ഒറ്റപ്പെട്ടു പോകും. നേരത്തെ ഈ വർഗീയ ലഹളയായിട്ടുള്ള 21 മാപ്പിള കലാപത്തിലൊക്കെ ആൾക്കാരെ അങ്ങോട്ട് നിന്ന് വെട്ടിക്കൊല്ലുകയും തൂറുള്ള കിണറ്റിൽ ഇവരെ കബന്ധങ്ങൾ വലിച്ചെറിയുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ണിയാൻ സാഹിബിനെ പോലുള്ള ആൾക്കാരെ വീട്ടിൽ ചെന്ന് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇവരെ ഒറ്റപ്പെടുത്തിയുള്ള ഒരു ആക്രമണമാണ് നടക്കുന്നത്. അത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് ഇവരുടെ ഡിജിറ്റൽ ജിഹാദിൻ്റെ ഭാഗമായി മാറിയില്ല എങ്കിൽ ഇതൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലം. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നതാണ് യഥാർത്ഥത്തിൽ ഉള്ള സാമൂഹിക പ്രതിബദ്ധത. അത് പലരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. എന്തായാലും ഈ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക്, ഈ പറഞ്ഞ ജിഹാദി സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് അർഹമായ കൂലി ഉടൻ തന്നെ കിട്ടും. കാരണം പലരും ഈ തരത്തിൽ കലാപാഹ്വാനങ്ങൾ നടത്തിയ ആൾക്കാർ തന്നെ ഈ ഡൽഹിയിലെ CJP സമരത്തിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട്. അവർ പലരും ഈ കലാപാഹ്വാനം നടത്തിയവരും അതോടൊപ്പം തന്നെ നേരിട്ട് ഈ കലാപത്തിനകത്ത് പങ്കെടുത്തവരും എല്ലാവരും തന്നെ കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്.